ഗുഡ് ഈവനിങ്. നമ്മൾ 8ാം ക്ലാസ്സിന്റെ 2ാമത്തെ യൂണിറ്റിലത്തെ ഒരു സംസ്മരൺ ഓർമ്മക്കുറിപ്പ് ആണ് എടുക്കാൻ പോണത്. പിതാ കാ പ്രായശ്ചിത്. എന്താണ് പാഠത്തിന്റെ പേര്? പിതാവിന്റെ പ്രായശ്ചിതം. പിതാ കാ പ്രായശ്ചിത്. എഴുതിയത് ആരാണ്? അരുൺ ഗാന്ധി. അനുവാദം ചെയ്തത് അരവിന്ദ് ഗുപ്ത. സംസ്മരൺ പറഞ്ഞ ഓർമ്മക്കുറിപ്പ്. അപ്പോ പിതാവിന്റെ പ്രായശ്ചിതം എങ്ങനെയാണ് നമ്മൾ കഥ വായിച്ചാല് നമുക്ക് ഇത് ശരിക്കുള്ള ഒരു ഓർമ്മക്കുറിപ്പിനെയാണ്. അരുൺ ഗാന്ധി പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിനു മുമ്പ് ഞാൻ കാര്യം ചോദിക്കുക, നമ്മളുടെ രാഷ്ട്രപിതാവ് ആരാണ് അറിയില്ലേ? ആരാണ്? മഹാത്മാ ഗാന്ധി അല്ലേ? അവരെന്താണ് സ്നേഹത്തോടെ എല്ലാരും വിളിച്ചിരുന്നത്? ബാപ്പുജി അല്ലെ? അവരെ മുഴുവൻ പേരെന്തായിരുന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ജനിച്ചത് ഗുജറാത്തില് പോർബന്ദർ. അപ്പോ ഞാൻ ഇതൊക്കെ എന്തിനാ പറയണപ്പോ? അരുൺ ഗാന്ധി ചോദിച്ചപ്പോ എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിനെ പറഞ്ഞത്? അപ്പൊ മഹാത്മാ എന്ന് പേര് കൊടുത്തത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിനെ അറിയില്ലേ? നമ്മുടെ ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ജനഗണമന അല്ലെ? അപ്പോ രവീന്ദ്രനാഥ് ടാഗോർ ആണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് മഹാത്മാന്ന് പേര് വെച്ച് വിശേഷിപ്പിച്ചത്. ഇവിടെ ഞാൻ പറയാൻ കാരണം എന്താണ്? മഹാത്മാഗാന്ധിയുടെ മകന്റെ പേരായിരുന്നു മണിലാൽ ഗാന്ധി. മണിലാൽ ഗാന്ധിയുടെ മകന്റെ പേരാണ് അരുൺ ഗാന്ധി. അപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാ ഞാൻ മഹാത്മാഗാന്ധിനെ ചോദിച്ചത്? അപ്പൊ നമ്മളുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മകനാണ് മണിലാൽ ഗാന്ധി. മണിലാൽ ഗാന്ധിയുടെ മകനാണ് അരുൺ ഗാന്ധി. അപ്പൊ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടി, ഗ്രാൻഡ് സൺ ആണ് അരുൺ ഗാന്ധി അല്ലെ? പോത്ത. അതിനെന്താ ഹിന്ദിയിൽ പറയാ? മഹാത്മാഗാന്ധി കാ പോത്ത ഥാ അരുൺ ഗാന്ധി. അരുൺ ഗാന്ധി പറഞ്ഞാല് ആരായിരുന്നു? അരുൺ ഗാന്ധിയുടെ ആരായിരുന്നു മഹാത്മാഗാന്ധി? ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശൻ. പോത്ത പറയണത് പേരക്കുട്ടിക്കാണ് പറയണത്, ഗ്രാൻഡ് സൺ. മഹാത്മാഗാന്ധി കാ പോത്ത ഥാ അരുൺ ഗാന്ധി. അപ്പം അവരുടെ പേരക്കുട്ടിയായിരുന്നു അരുൺ ഗാന്ധി. ഇവിടെ എങ്ങനെയാണ് അരുൺ ഗാന്ധിയുടെ സ്വയം ഒരു ഓർമ്മക്കുറിപ്പാണ്. എങ്ങനെയാണ് അരുൺ ഗാന്ധിയുടെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു, അത് മണിലാൽ ഗാന്ധി എങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്തത്. ഇവിടെ പിതാ പറയുന്നത് ആരാണ്? മണിലാൽ ഗാന്ധി. അപ്പൊ അരുൺ ഗാന്ധിയുടെ അച്ഛന്റെ പേരാണ് എന്താണ്? മണിലാൽ ഗാന്ധി. അപ്പൊ മണിലാൽ ഗാന്ധിയുടെ ഒരു അവര് ജീവിതത്തിൽ നടന്ന സംഭവമാണ് അത് മകൻ അരുൺ ഗാന്ധി പറയാണ്. അരുൺ ഗാന്ധി എന്താണ് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മഹാത്മാഗാന്ധിയുടെ എന്തായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം? അഹിംസ അല്ലെ? അപ്പോ മഹാത്മാഗാന്ധി എപ്പോഴും എന്താ പറഞ്ഞിരുന്നത്? ഝൂട്ട് മത്ത് ബോലോ. ആ മാർഗത്തിൽ കൂടെ നടന്നിരുന്നാണ് അവരെ മക്കളും. ഹമേഷ സച്ച് ബോലോ. സച്ച് ബോലോ പറഞ്ഞ സത്യം പറയണം. ഇവിടെ എന്താണ് അരുൺ ഗാന്ധി പറഞ്ഞത്? അതിന്റെ ഒരു പ്രായശ്ചിത്തമായിട്ടാണ് മണിലാൽ ഗാന്ധി അവരുടെ ജീവിതത്തില് ഒരു സംഭവം നടന്നു. അതെങ്ങനെയാണ് അവർ ആ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് നമുക്ക് കഥ വായിച്ചിട്ട് മനസ്സിലാക്കാം. പിതാ കാ പ്രായശ്ചിത് സംസ്മരൺ, ഓർമ്മക്കുറിപ്പ്. അപ്പൊ ഒരു അരുൺ ഗാന്ധിയും അരുൺ ഗാന്ധിയുടെ പിതാവും മണിലാൽ ഗാന്ധിയും ജീവിതത്തിൽ നടന്ന അവര് ദക്ഷിണാഫ്രിക്കയില് എങ്ങനെയാണ് അവിടെ എന്താണ് ഒരു ജീവിതം, അവിടെ കുറച്ചു കാലം താമസിക്കുക, അവിടെ നിന്നപ്പോൾ അവരെ ഒരു സംഭവമാണ് പറയണത്. ഉസ് സമയം മേ 16 ബരസ് കാ ഥാ. നമ്മുടെ പറയണ ആരാണ്? അരുൺ ഗാന്ധി. और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. അപ്പൊ ഞാൻ 16 വയസ്സുകാരൻ. അരുൺ ഗാന്ധി എത്ര വയസ്സ്? 16 വയസ്സ്. ആ സമയത്ത്
ഞാൻ എവിടെ താമസിച്ചു? എന്റെ മാതാവിന്റെയും പിതാവിന്റെയും ഒപ്പം ദക്ഷിണാഫ്രിക്കയില് ഡർബൻ പറഞ്ഞ സ്ഥലത്തായിരുന്നു. दक्षिण अफ्रीका में डरबन से करीब 18 मील दूर. ഡർബൻ പറഞ്ഞ സ്ഥലം സൗത്ത് ആഫ്രിക്കയിലാണ്. അതിന് ഒരു ആശ്രമം, അത് എത്ര ദൂരം ഉണ്ടായിരുന്നു? 18 मील दूर. 18 मील പറഞ്ഞ 18 मील दूर एक आश्रम में रहता था. आश्रम को मेरी दादाजी महात्मा गांधी से स्थापित किया था. അപ്പൊ ആശ്രമം ആരുണ്ടാക്കിയതാ? സൗത്ത് ആഫ്രിക്കയില് മഹാത്മാഗാന്ധി പഠിക്കാൻ പോയിട്ടുണ്ട്. ബാരിസ്റ്റർ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ ദാദാജി പറഞ്ഞു എന്റെ അച്ഛൻ, ഗ്രാൻഡ് ഫാദർ മീൻസ് അരുൺ ഗാന്ധിന്റെ ഫാദറിന്റെ അച്ഛനെയാണ് നമ്മൾ ദാദാജി പറയാം. അപ്പോ ഡർബന്ന് ആ ആശ്രമത്തിലേക്ക് എത്ര ദൂരം ഉണ്ടായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ് ഡർബൻ. അവിടുന്ന് ആശ്രമത്തിലേക്ക് ദൂരം 18 मील 18 मील दूर था. आ आश्रम किसने बनाया था? उसका दादाजी. दादाजी ने, महात्मा गांधी ने स्थापित किया था. आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था. അത് ആരാണ് സ്ഥാപിച്ചത്? इनके ग्रैंडफादर, इनके दादाजी. अब कौन थे उसके अरुण गांधी के दादाजी का क्या नाम था? എന്ന് പറഞ്ഞേ. ദാദാജിയുടെ അരുൺ ഗാന്ധിയുടെ ദാദാജിയുടെ പേരെന്തായിരുന്നു? മഹാത്മാ ഗാന്ധി. ആശ്രം ദൂർ ദരാസ് के इलाके में था. ദൂരദരാസ് കുറേ ദൂരെയുള്ള ഒരു ഉൾപ്രദേശമായിട്ടുള്ള സ്ഥലത്തിനാണ് ദൂർദരാസ് പറയുന്നത്. ആശ്രമം ഇവിടെ കുറച്ച് ഉൾപ്രദേശമായിരുന്നു. ദൂർദരാസ്. അപ്പോ ദൂർദരാസ് പറഞ്ഞാൽ കുറെ ദൂരെ, കുറച്ച് ഉള്ളിലേക്ക് എന്ന് പറയും. അപ്പൊ ദൂർദരാസ് സ്ഥലത്ത ആയിരുന്നു. के इलाके में था. आश्रम दूर दराज के इलाके में था. वहां दूर दूर तक बस गन्ने के खेत थे. वहां दूर दूर तक, ദൂരെ കാണുന്ന സ്ഥലം മുഴുവനെ എന്തായിരുന്നു? ഗന്നേക്ക് ഖേത് थे. ഗന്നെ പറഞ്ഞ കരിമ്പിന്റെ തോട്ടം മാത്രമേ ഉണ്ടായിരുന്നു. കുറച്ച് ദൂരെയുള്ള ഒരു സുധു പറഞ്ഞ ഉൾപ്രദേശം, കുറെ ദൂരെ. നമ്മള് ആശ്രമം നോക്കും, കുറച്ച് ഉൾപ്രദേശം, അങ്ങനെ ഗ്രാമങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ ഉണ്ടാവാറ്. അതുകൊണ്ട് വഹാ ദൂർ ദൂർ തക് ബസ് ഗന്നെ, ബസ് പറഞ്ഞ ദൂർ ദൂർ തക്, അവിടെ വരെ എന്തായിരുന്നു? കരിമ്പിന്റെ തോട്ടം. शहर से बहुत दूर रहने के कारण वहां हमारे कोई पड़ोसी नहीं थे. അപ്പൊ അവര് കുറച്ച് ഗ്രാമപ്രദേശമാണ്. അപ്പൊ സിറ്റിന്ന് दूर रहने के कारण वहां हमारे कोई पड़ोसी नहीं थे. പടോസി പറഞ്ഞാൽ ഞങ്ങൾക്ക് നൈബർ ആരും ഉണ്ടായിരുന്നില്ല, അയൽവാസികളൊന്നും ഉണ്ടായിരുന്നില്ല. പടോസി നെഹി थे. സിറ്റിന്ന് കുറച്ച് വിട്ടിട്ടായിരുന്നു സ്ഥലം. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतजार में रहते थे. അപ്പൊ ഞാൻ, അരുൺ ഗാന്ധിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ മേരി 2 ബഹനെ പറഞ്ഞ എന്റെ 2 സിസ്റ്റേഴ്സിന് എപ്പോഴും എനിക്ക് ഞങ്ങൾക്ക് സിറ്റി, ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഷെഹർ പറഞ്ഞ സിറ്റി. ഷെഹർ ജാനേക്ക് ഇന്റസാർ മേ രഹത്തെ. എപ്പോഴും സിറ്റി എവിടെയെങ്കിലും കറങ്ങാൻ പോകണം. ഗ്രാമത്തിൽ എന്താ ചുറ്റോടം നമ്മൾ കൃഷി ഏരിയയിലേ കാണുള്ളൂ, അല്ലേ? നമ്മള് ടൗണിലൊക്കെ പോണെങ്കിലാണ് പല സ്ഥാപനം, വണ്ടികളും ഇതൊക്കെ കാണും, ബിൽഡിങ്സ് ഒക്കെ കാണും, അല്ലെ? ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു. ഇവര് ആരെങ്കിലും ഒപ്പം പോണെങ്കിൽ എന്താണ് ഇവര് എപ്പോഴും കാത്തിരിക്കും സിസ്റ്റേഴ്സിന്. സിസ്റ്റർ ആര് പോണെങ്കില് ഷെഹറിൽ ആരും ടൗണില് പോണത് കാത്തിരിക്കാറുണ്ട്. അപ്പൊ ഇവര് ഗ്രാമത്തിലായോണ്ട് അവർക്ക് ചുറ്റോടെ ഒന്നും കാണാനില്ല. എന്താ ചുറ്റോടെ എന്താ കാണാ? കരിമ്പിന്റെ കൃഷിയും വയലുകൾ ഉണ്ടാവുമ്പോ എന്താ കാണാ ചുറ്റോടാ? കൃഷി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പലതരം കൃഷികൾ ഉണ്ടാവും ചുറ്റോടെ. അല്ല കാടും തോടും കുളമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഷെഹറിൽ പോയാലോ
കുറെ വീടുകളും ബിൽഡിങ്സും കടകളും ഒക്കെ കാണാം, വണ്ടികളൊക്കെ. അപ്പൊ ഈ ചുറ്റോട് കണ്ടിട്ട് അവർക്ക് അപ്പൊ എപ്പോഴും എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണ്, ഇന്ത്യക്കാർ കാത്തിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു സിറ്റി ടൗണിൽ പോണ അവസരം കിട്ടി. ടൗണിൽ കിട്ടിയ അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങള് വേഗം ചാടി പുറപ്പെടാച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ എത്ര സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അരുൺ ഗാന്ധിക്ക്? 2 സിസ്റ്റേഴ്സ്, 2 ബഹനെ. ഹം ഷെഹർ ജാനെ കി ഹർ മൗക്കെ കി തലാഷ് മേ രഹത്തെ. എങ്ങനെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഹം ഷെഹർ ടൗണിൽ പോവാന്, എന്താണ് ടൗണിൽ പോവാന് ഞാൻ എപ്പോഴും എന്താണ് ഞങ്ങള് റീസൺ എന്തെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. ആരെങ്കിലും എന്താണ് വന്നുകൊണ്ട് എന്താണ് എവിടെയെങ്കിലും ഒരു വഴി വീണ് കിട്ടിയാൽ എന്താണ് ഇങ്ങനെ ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്താണ് ടൗണിലേക്ക് പോവാനോ വല്ല ചാൻസ് കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ തെരഞ്ഞുകൊണ്ട് മോക്ക പറഞ്ഞ ചാൻസ് അവസരം കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ അന്വേഷിച്ചിരിക്കും. ഇപ്പൊ നമ്മള് ഇങ്ങോട്ടിലോ കടയിൽ പോകണോ എന്തെങ്കിലും മേടിക്കാണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്റെ സിസ്റ്റേഴ്സ് കാത്തിരിക്കും. നമ്മളായാലും ആരും ആയാലും കുറെ ദിവസം ബോറടിക്കുമ്പോ എന്ത് ചെയ്യും, നമുക്ക് എവിടെയെങ്കിലും ഔട്ടിങ് പോകണം ആഗ്രഹിക്കും അല്ലെ. जिससे हम अपने मित्रों से मिल सके और साथ ही वहां के सिनेमाघर में फिल्मी दे सके. അപ്പൊ എന്തിനാ ഇവരെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ പഠിക്കുന്ന കാലത്ത്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ടൗണില്. അപ്പൊ അവർക്ക് കുറെ മിത്രോസെ മിൽ സക്കെ. മിത്രോ പറഞ്ഞാൽ കൂട്ടുകാരെ കാണും ചെയ്യാം. പിന്നെ എന്താണ് സാത്ത് ഹി വഹാസ് കെ സിനിമാഘർ. സിനിമാഘർ പറഞ്ഞാൽ എന്താണ്? സിനിമ. ഘർ പറഞ്ഞ സിനിമ തിയേറ്റർ അല്ലെ, അവിടെ സിനിമ കാണാൻ പറ്റും. അപ്പൊ ടൗണിൽ പോയാൽ അതൊക്കെ നമുക്ക് സൗകര്യം ഉള്ളത്. അപ്പൊ ഇതിന് അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ആര്? ഞാനും എന്റെ സിസ്റ്റേഴ്സ്. ഞാനും പറയുന്നത് ഇവിടെ ആരാണ്? അരുൺ ഗാന്ധി ട്ടോ. അരുൺ ഗാന്ധിയുടെ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവര് ഫാദർ മദർ അവര് സൗത്ത് ആഫ്രിക്കയില് ഒരു ആശ്രമത്തിലാണ് താമസിക്കുന്നത്. एक दिन पिताजी ने मुझे कहा कि मैं उन्हें कार से शहर ले आऊं. എന്താ ഉണ്ടായത്? ഒരു ദിവസം പിതാജിനെ മുझसे, പിതാജി ആരാണ്? മണിലാൽ ഗാന്ധി എന്ത് പറഞ്ഞു? എന്നോട് എന്ത് പറഞ്ഞു? കാറിൽ എന്നെ ടൗണിൽ കൊണ്ടാക്കാന്. എനിക്ക് വഹാ പൂരെ ദിൻ കി ഏക് മീറ്റിംഗ് थी. മണിലാൽ ഗാന്ധിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ ടൗണിൽ. പിന്നെ കാറിൽ ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. മുझे ऐसे ही मौके की तलाश थी. അപ്പൊ ഞാനും ഈ അവസരം കാത്തിരുന്നു. മോക്ക പറഞ്ഞ ഈ അവസരം കാത്തിരിക്കുകയായിരുന്നു. തലാഷ് എന്ന അത് ഞാൻ തെരഞ്ഞോണ്ട് എന്റെ കയ്യിൽ എപ്പോഴും വീഴിട്ട് അങ്ങനെ ഒരു അവസരം അതില് അന്വേഷിച്ചിരിക്കുകയായിരുന്നു. തലാഷ് പറഞ്ഞാൽ അന്വേഷിച്ചിരിക്കുക, കാത്തിരിക്കുകയാണ്. അപ്പോ ഒരു ദിവസം പിതാജി എവിടേക്കാ പോണ്? ഷെഹർ ജാ രഹേ ഹൈ. വഹാ ക്യാ ഹൈ? അവിടെ എന്താണ്? മീറ്റിംഗ്. മീറ്റിംഗ്. സോ ആ ഇവിടെ അരുൺ ഗാന്ധിയും ഇതുപോലെ ഒരു അവസരം കാത്തിരിക്കുകയാണ്. क्योंकि मैं शहर जा रहा था, माँ ने मुझे सामान लाने की एक लंबी लिस्ट थमा दी. കയ്യിൽ ഏൽപ്പിച്ചു. thamaadi പറഞ്ഞ ഏതായാലും ഞാൻ ഷെഹറിൽ പോവാണ്. അപ്പൊ എന്താണ് ഇവിടെ ടൗണിലൊക്കെ പോകുമ്പോഴല്ലേ കുറെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ചിലപ്പോ ഗ്രാമത്തില് നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്തു? ഒരു വലിയൊരു സമാൻ ലാനേക്ക്, സമാൻ പറഞ്ഞ വീട്ടിലത്തെ ആവശ്യങ്ങളുള്ള ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ലംബി നീണ്ട ഒരു ലിസ്റ്റ് തന്നു. ആ thamaadi കയ്യിലാ പിടിപ്പിച്ചു. എന്നെ അതാണ് thamaadi പറയണത്. കയ്യിലാ പിടിപ്പിച്ചു. എന്തൊക്കെ ലിസ്റ്റ്? വീട്ടിൽ കുറെ നമുക്ക് ആവശ്യം. ഇപ്പൊ ടൗണിൽ പോകുമ്പോ നമ്മള് വീട്ടിലായാലും അല്ലെ, നിങ്ങൾ ആരെങ്കിലും പോകുമ്പോ എന്താണ് വീട്ടിലുള്ള അമ്മയവരൊക്കെ ആരെങ്കിലും നിങ്ങളോട് പറയും ഇത് കൊണ്ടുവരാൻ. ഇപ്പൊ ചിലപ്പോ നമ്മളുടെ അടുത്തൊന്നും കിട്ടാത്ത സാധനമാണെങ്കിൽ നമ്മളത് ടൗണിൽ സിറ്റിന്നൊക്കെ മേടിപ്പിക്കും. ഷെഹറിനെ മുझे पूरा दिन बिताना था. അപ്പൊ അവനൊരു അവസരം കിട്ടി, സന്തോഷമായി. അപ്പോ ഷെഹർ മേ ഉസെ പൂരാ ദിൻ ബിത്താന ഥ. മുഴുവൻ ദിവസം അവിടെ തന്നെ കഴിച്ചു കൂടണായിരുന്നു. ബിത്താന ഥ പറഞ്ഞ അവിടെ തന്നെ കഴിച്ചു. इसलिए पिताजी ने मुझसे वहां कई बकाए कामों को पूरा करने को कहा. അതുകൊണ്ട് പിതാജി എന്താ പറഞ്ഞ, എന്തൊക്കെ പണി നിനക്കുള്ളത് അതൊക്കെ കൈ ബക്കായ പറഞ്ഞ കൊറേ ജോലികള്, എന്തൊക്കെ ജോലികൾ ചിലപ്പോൾ ഏൽപ്പിച്ചപ്പോ സാധനങ്ങൾ മേടിക്കണം, അല്ലെ വേറെ എന്തെങ്കിലും നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് ഉണ്ടാവും അടയ്ക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പൊ അങ്ങനത്തെ പല സാധനങ്ങളും ബക്കായ പറഞ്ഞ ബാക്കിയുള്ള
അപ്പൊ എല്ലാ പണികളും ബാക്കി പറഞ്ഞാൽ കുറെ പണികൾ തന്നില്ല. അപ്പൊ എല്ലാ കാം ചെയ്തിട്ട് പൂരാ കർണേക്കോ കഹാ, എല്ലാ പണികളും അവനോട് പൂർത്തിയാക്കാൻ പറഞ്ഞു. ഇസ്മേ കാർ കി സർവീസിംഗ് ഭി ഷാമിൽ തി. അപ്പൊ ഈ പണികൾ അവന് ഒന്ന് ഇതുണ്ടായിരുന്നു, സാധനങ്ങൾ വീട്ടിൽ നിന്ന്, പിന്നെ എന്താ കാറിന്റെ സർവീസിങ്, കാറ് സർവീസിങ്ങിന് കൊടുക്കണം, പിന്നെ അല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എല്ലാം ടൗണിൽ പോകുമ്പോ എല്ലാ സാധനങ്ങളും എന്താണ് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നീ ഈ ജോലിയൊക്കെ കംപ്ലീറ്റ് എല്ലാം പൂർത്തിയാക്കിയിട്ട് അതിന്റെ അവസാനം നീ എന്ത് ചെയ്യണം, ഇത് സർവീസിങ്ങിന് കൊടുക്കും വേണം. എന്ത്? കാർ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ശരി ഞാൻ വേഗം ചെയ്യും. मेरे पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. എന്താണ്? മീറ്റിംഗിന്റെ സ്ഥലത്ത് പിതാജി കോ മീറ്റിംഗ് की जगह पर, മീറ്റിംഗ് की जगह പറഞ്ഞ മീറ്റിംഗ് എവിടെ നടക്കണം ആ സ്ഥലത്ത്, ആ പ്ലേസില് പിതാജീനെ അവിടെ കൊണ്ടുപോയി വിട്ടു. എന്നിട്ട് എത്ര മണിക്കാണ് വരാൻ പറഞ്ഞ്? വൈകുന്നേരം 5 മണിക്ക്, 5 ബജെ അവിടെ എത്താൻ പറഞ്ഞു. ബത്തായ കെ കാമോ കോ ഫട്ടാഫട്ട് നിപ്റ്റാനെ, പറഞ്ഞ പണികളൊക്കെ ഞാൻ എന്ത് ചെയ്തു? ബത്തായ പറഞ്ഞ പണികളൊക്കെ ഫട്ടാഫട്ട് വേഗം വേഗം ലിപ്റ്റാനെ കെ ബാ, ലിപ്റ്റാനെ എല്ലാം വേഗം പണി തീർത്തു ഞാന്. എന്തിനായിരുന്നു? ആ ദിവസം മുഴുവൻ അവിടെ കഴിച്ചുകൊണ്ട്, പക്ഷെ പണി മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ എന്തായിരുന്നു പ്ലാന്? झट से സിനിമ ഘർ മേ ഘുസ് ഗയാ, എന്താണ്? സിനിമ തിയേറ്ററിൽ വേഗം കയറി. അവന് പണി ലിസ്റ്റ് കുറെ പണികളൊക്കെ പറയുന്നു, സാധനങ്ങൾ അതൊക്കെ അങ്ങനെ സർവീസിങ്ങിനും കൊടുത്തു വണ്ടി. അങ്ങനെ എന്താണ് വേഗം സിനിമ തിയേറ്ററിലേക്ക് കയറി. वहां जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा. ജോൺ ബെന്നിന്റെ ഒരു സിനിമ കണ്ട്, ദിൽചസ്പ് ഭയങ്കര രസകരമായിട്ടുള്ള എന്താണ് സിനിമയായിരുന്നു. ദിൽചസ്പ് പറഞ്ഞ നല്ല രസകര. ദേഖ്തെ ദേഖ്തെ മുझे समय का बिल्कुल ध्यान नहीं रहा, സമയം പോയതെന്നെ അറിഞ്ഞില്ല. ഏത് സിനിമ കണ്ടത്? ജോൺ ബെന്റെ. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം അല്ലേ? ഭയങ്കര രസകരമായ സിനിമയായിരുന്നു ജോൺ ബെന്റെ. അപ്പോ അത് കണ്ടിരുന്നപ്പോ തന്നെ സമയം പോയത് അറിഞ്ഞില്ല. और अब ध्यान आया तब तक शाम के 5:30 बज चुके थे. എന്താ 5:30 പറഞ്ഞ? 5:30. എത്ര മണിക്കാ അവന്റെ അച്ഛൻ അവിടെ മീറ്റിംഗ് കഴിഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറഞ്ഞേന്ന് എന്ന് പറഞ്ഞേ? എത്ര മണിക്കാ? 5 മണിക്ക് അല്ലേ? അപ്പൊ അവൻ എത്തിയത് സിനിമ കണ്ട് അതിൽ മുഴുകിയിരുന്നിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. സമയം എത്രയാണ് ആയത്? 5:30. 5:30 പറഞ്ഞ 5:30. मैं झटपट गैराज पहुंचा. വേഗം झटपट പറഞ്ഞ പെട്ടെന്ന്. ഇനിയിപ്പോ ചീത്ത കേൾക്കും എന്തെങ്കിലും ഇതാവൂലേ, വേഗം ഗരാജിക്ക് പോയി. വഹാ സെ കാർ ലേക്കർ ജബ് മൈ പിതാജി കെ പാസ് പहुंचा. അവിടുന്ന് കാർ എടുത്തിട്ട് ഞാന് മീറ്റിംഗ് കഴിഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ എന്താണ്? തബ് തക് ഷാം കി 6 ബജ് ചുക്കേ थे. എത്ര മണി? 5:30 കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് പോന്ന്. അത് കഴിഞ്ഞ് ഗരാജിൽ പോയിട്ട് കാർ എടുത്ത് വന്നപ്പോഴേക്കും, അച്ഛന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും, പിതാജിന്റെ അടുത്ത് എത്തിയപ്പോഴേക്കും എത്ര മണിയായി? 6 ബജെ. 6 ബജെ പറഞ്ഞ 6 o'clock. പിതാജി ബേസബ്രി സെ മേര ഇന്റസാർ കർ രഹേ थे. ബേസ ഭയങ്കര ഇതില് ദേഷ്യപ്പെട്ടിട്ടോ എന്താണ് ക്ഷമയോടെ നമ്മൾ ആ സമയത്തിന് എത്താൻ പറഞ്ഞിട്ട്, 5 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് എന്താണ് അവിടെ ആ സമയത്ത് ഭയങ്കര ഇതില് ക്ഷമയോടെ എന്താണ് കാത്തിരിക്കണേ. എന്താ ഇപ്പൊ വരാത്ത? എന്താണ് വരാത്ത? മീര ഇന്തസ 5 മണി പറഞ്ഞ സമയം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് 6 മണിക്കാണ് അവൻ എത്തണത്. അപ്പൊ നമുക്ക് ആർക്കും പേടിയാവും, എന്താണ് പറ്റിയത്, ദേഷ്യമൊക്കെ പിടിച്ചിടണു. എന്താണ് ഇപ്പൊ വരാത്തതെന്ന്. അപ്പോ എത്ര മണിക്കാണ് വരാൻ പറഞ്ഞത് അരുൺ ഗാന്ധിനോട്? മണിലാൽ ഗാന്ധി 5 മണിക്ക്. പക്ഷെ 5 മണി കഴിഞ്ഞിട്ടും എത്തിന് കാണാനില്ല. കൂടെ ക്ഷമയോടെ കാത്തിരിക്കുക. ഉനോനെ ഉത്സുകതാപൂർവ്വം പൂച്ച, നല്ല സന്തോഷം എന്താണ് ചോദിച്ചു, എന്താണ്? തും ലേറ്റ് ക്യൂ ഹുയേ ലേറ്റ്, നീ എന്തുകൊണ്ട് ലേറ്റ് ആയത്? ആകാംക്ഷയോടെ എന്നെ ചോദിച്ചു. उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था. പിതാജിനോട് ചോദിച്ചു, നീ എന്തിനാ ലേറ്റ് ആയി? സിനിമ കാണാൻ പോയി എന്ന് പറയാൻ പറ്റുമോ അവർക്ക്? അവന് നാണായി. നാണം പറഞ്ഞ കുറ്റബോധം പോലെ. ഇനിയിപ്പോ അച്ഛൻ എന്താ വിചാരം? വെസ്റ്റേൺ ഫിലിം, വെസ്റ്റേൺ ഇംഗ്ലീഷ് ഫിലിം ആണ്. പശ്ചിമി പറഞ്ഞ വെസ്റ്റേൺ ഫിലിം.
കാണാ പോയി. ഉൻഹോനെ ഉത്സുകത പൂർവ്വ തും ലേറ്റ് ക്യൂ ഹുയെ? പെട്ടെന്ന് അവൻ എത്തിയപ്പോ മണിലാ ഗാന്ധി ചോദിച്ചു, നീ എന്താ ലേറ്റ് ആയത്? അപ്പൊ അവൻ പറയാണ്, പറയാൻ പറ്റുമോ, ഞാൻ ഇംഗ്ലീഷ് സിനിമ കാണാൻ പോയതാണ്. ജോൺ ബൻകി എക് പശ്ചിമി ഫിലിം ദേഖ് രഹാ ഥാ. വെസ്റ്റേൺ ഫിലിം കാണാൻ പോയെന്ന്. അപ്പോ കുറ്റബോധം കൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. ബത്താത്തെ ഹുയെ മുझे बहुत ശരം ആയി. ശരം പറഞ്ഞ എനിക്ക് നാണക്കേടാണ്. ശരം പറഞ്ഞ നാണക്കേട്. എന്താണ്? ഇപ്പൊ ഈ പണിയൊക്കെ ചെയ്ത് ഞാൻ ഷെഹറിൽ വന്നിട്ട്, ടൗണിൽ വന്നിട്ട് സിനിമ കാണാൻ പോയി പറഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടാണ്. इसलिए मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहां देर हो गई. എന്താ പറഞ്ഞ? അപ്പോഴേക്കും നോണ എന്താ പറഞ്ഞത്? ഞാന് കാറ് സർവീസിങ്ങിന് കൊടുത്തതില്ലേ, അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് നേരം വൈകിയെന്ന് പിതാജിനോട് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞ അവിടെ? നോണ പറഞ്ഞു അല്ലെ. അവൻ അരുൺ ഗാന്ധി എന്താ ചെയ്ത്? നോണ പറഞ്ഞു. ഇസ്ലിയെ मैंने कह दिया कि कार तैयार नहीं थी, കാർ റെഡി ആയിട്ടുണ്ട്. इसलिए मुझे वहां देर, അതുകൊണ്ട് എനിക്ക് അവിടെ നേരം വൈകി. मुझे इस बात का कोई अंदाजा नहीं था, ഞാൻ ഒരിക്കലും ഏകദേശം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത്? कि पिताजी पहले ही गैराज को फोन कर चुके थे. എന്താണ്? ഇപ്പൊ 5 മണിക്ക് എത്താൻ പറഞ്ഞപ്പോ അവിടെ കണ്ടില്ല. പിതാജി എന്ത് ചെയ്തിരുന്നു? ഗരാജിക്ക് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ കാറൊക്കെ റെഡി ആയിരുന്നു, പക്ഷെ ഇവന് അവിടെ ഇല്ല. അപ്പോ पहले ही गैराज को फोन कर चुके थे और असलियत से वाकिफ थे. അസ്ലിയത്ത് പറഞ്ഞ എന്താണ് സംഭവം, റിയൽ നടന്നത്, ശരിക്കുള്ള എന്താണ്, അതുകൊണ്ട് അവർക്ക് ബോധമുണ്ടായിരുന്നു. വാക്കിഫ്, അവർ അറിഞ്ഞിരുന്നു. വാക്കിഫ്, അപ്പൊ വാക്കിഫ് പറഞ്ഞ അവര് സത്യം എന്താണെന്ന് അറിഞ്ഞിരുന്നു. പക്ഷെ അരുൺ ഗാന്ധിക്ക് അത് തീരെ ആ സംഭവം ഓടിയില്ല. എന്ത്? പിതാജി ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കുന്നു. അപ്പൊ നുണ പറയും ചെയ്തു. എന്ത്? ഞാന് ഗരാജിന്ന് കാറ് ശരിയാവാൻ നേരം വൈകി, അതുകൊണ്ട് ഞാനും നേരം വൈകി. പക്ഷെ ഈ സത്യം അറിയുന്നു ഒരിക്കലും പിതാജി അറിഞ്ഞൂന്ന് എനിക്ക് അങ്ങനെ ഒരു തീരെ ഞാൻ അത് കൂടെ ഓർത്തേന്നില്ല. അപ്പൊ പിതാജി ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കുന്നു. അപ്പൊ അസ്ലിയത്ത് സെ വാക്കിഫ് തേ, ശരി എന്താ സംഭവം, അത് ആ അറിവ് പിതാജിക്ക് ആദ്യമേ അറിയായിരുന്നു. പക്ഷെ വെറുതെ എന്നെ കണ്ടപ്പോ ഒന്ന് ചോദിച്ചു, നീ എവിടെയായിരുന്നു, ഇത്ര ലേറ്റ് ആവാൻ കാരണം എന്താണ്? വേ മേരി ജൂട്ട് കോ ജാൻ ചുക്കേ ഥേ ഓർ ബോലേ. അപ്പൊ അവിടെ എന്താണ് അരുൺ ഗാന്ധി ചെയ്തത്? നോണയാണ് പറഞ്ഞത്. നോണ പറഞ്ഞ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇല്ല. वे मेरे झूठ को जान चुके थे पर बोले, जिस तरह मैंने तुम्हें बड़ा किया है उसमें मुझसे कोई भारी चूक हुई है. അപ്പൊ എന്താ പറഞ്ഞ്? നിന്നെ ഞാൻ എത്രയും വളർത്തിണ്ടാക്കിയില്ലേ, അതിലെന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട്, അതാണ് ഭാരി ചൂക്ക് ഹുയി ഹെ. ഭാരി ചൂക്ക് പറഞ്ഞ വലിയ എന്തോ നഷ്ടം, എന്തോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ എന്നോട് നോണ പറഞ്ഞ്. അപ്പൊ നോണ പറയണത് ആർക്കും ഇഷ്ടമല്ല. എപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞു പഠിക്കണം? എന്താണ്? സത്യം പറയണം. ഭാരി ഒരു വലിയൊരു തെറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ എന്നോട് നോണ പറഞ്ഞത്. അപ്പൊ എന്താണ് പറയണത്? നമ്മൾ എപ്പോഴും സത്യം പറയണം. എന്ത് വലിയതോ ആയാലും എന്താണ് നമ്മള് നോണ പറയരുത്. അപ്പൊ ഇവിടെ എന്താണ്? ഇസ്ലിയെ മേനെ കെഹദി, നമ്മള് കാണണ്ട, ജോൺ ബെന്നിന്റെ സിനിമ കാണാൻ പോയി. ഇസ്ലിയെ മേനെ യഹ് കെഹ ദിയാ കി കാർ തയ്യാർ നഹി ഥി ഇസ്ലിയെ മുझे വഹാ ദേർ ഹോ ഗയി. അവൻ നോണ പറഞ്ഞത് എന്താണ്? കാറ് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ നേരെ വൈകി. മുझे इस बात का कोई अंदाजा नहीं था. अंदाजा പറഞ്ഞാല് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത്? പിതാജി എവിടേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടാവും? ഗരാസ്. पिताजी पहले ही गैराज को फोन कर चुके थे और असलियत से वाकिफ थे. ശരിക്കുള്ള സംഭവം എന്താ നടന്ന് ഗരാജിന് സമയത്തിന് എന്താണ് സർവീസിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിരുന്നു. പക്ഷെ ഇവൻ നേരം വൈകാൻ വൈകി. പക്ഷെ ആ സമയം ഇവൻ എവിടെയായിരുന്നു? ആ നോണ ഇവൻ അവന്റെ പിതാജിനോട് പറയും. വേ മേരി झूठ को जान चुके थे पर बोले, इस तरह मैंने तुम्हें നിന്നെ ഇങ്ങനെ വളർത്തി ഉണ്ടാക്കിയുണ്ട്
ഞാൻ എവിടെ വളർത്ത ദോഷമുണ്ട് പറയില്ലേ നമ്മള്. അപ്പോ മുസ്സെ കോയി ഭാരി ചൂക്ക് ഹുയി ഹെ, എന്തോ വലിയൊരു തെറ്റ്. ചൂക്ക് പറഞ്ഞ മിസ്റ്റേക്കോ തെറ്റോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. मैंने तुम्हें सच मैंने तुम्हें सच बोलने का ആത്മവിശ്വാസ് नहीं दिया है. അപ്പൊ നിനക്ക് ഞാൻ ആ കോൺഫിഡൻസ് ആത്മവിശ്വാസം തന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. നിന്നെ വളർത്തിണ്ടാക്കുമ്പോ നിന്നെ ഈ സത്യം പറഞ്ഞതിന് ആ ആത്മവിശ്വാസം വളർത്തി ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നീ എന്തിനോ എന്നോട് നുണ പറഞ്ഞു. അപ്പൊ मैं घर तक की 18 मील की दूरी पैदल ही चलकर तय करूंगा. അപ്പൊ എന്താണ് മണിലാൽ ഗാന്ധി പറഞ്ഞ്, ഇനി ഞാന് ഈ വീട്ടിന്ന് ഇവിടുന്ന് മീറ്റിംഗ് ഉള്ള സ്ഥലത്തുനിന്ന് 18 മീലാണ് വീട്ടിലേക്ക്. 18 പറഞ്ഞ എത്രയാണ്? 18. ദൂരി പേദൽ, അത്രയും ദൂരം. ദൂരം എന്ത് ചെയ്യണം? നടന്നിട്ട് പോവും. ചൽക്കർ ഹി തൈക്കറുങ്ക, ചൽക്കർ നടന്നു പോവും. ഈ കേത്തെ ഹുയേ, ഇത് പറഞ്ഞ ഉടനെ എന്താണ്? സൂട്ട് ബൂട്ട് പേനെ, സൂട്ടും ബൂട്ട് പറഞ്ഞ എന്താ? ഷൂ ഒക്കെ ഇട്ട് എന്റെ പിതാജി നെ ചലന ശുരു കിയ. സൂട്ട് പറഞ്ഞ സൂട്ട്, നമ്മള് കോട്ടും ഇതൊക്കെ ഉള്ള സൂട്ട് ഉണ്ടാവില്ലേ. ബൂട്ട് പറഞ്ഞ നമ്മളുടെ ഷൂ, ബൂട്ട്സ്. അതൊക്കെ ഇട്ടിട്ടാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് പിതാജി എന്ത് ചെയ്തു? ചലന ശുരു കർ ദിയ. 6 മണി കഴിഞ്ഞു അല്ലെ. അന്ധേര ഹോ ചുക്കാ ഥാ. അന്ധേര പറഞ്ഞ ഇരുട്ടായി. और ज्यादातर रास्ता कच्चा था. മിക്കവും, ज्यादातर പറഞ്ഞ മിക്ക വഴികളും എങ്ങനെയായിരുന്നു? കച്ചാ ഥാ. കച്ച പറഞ്ഞ നല്ല റോഡൊന്നും അല്ല, നല്ല റോഡല്ല. അങ്ങനെ ടൗണിലത്തെ പോലെ നല്ല റോഡുകൾ. എന്താ ഇവര് കുറച്ച് ഉൾപ്രദേശ ആശ്രമത്തിലാണ് താമസിക്കുന്നത് അല്ലെ. സഡക് സുൻസാൻ ഥി. സഡക് സുൻസാൻ, നിശബ്ദമായ, ആരും അനക്കൊന്നൊന്നുമില്ല. ഗ്രാമത്തിലെ പൊതുവെ വൈകുന്നേരമൊക്കെ ആയാൽ നിങ്ങൾക്ക് അറിയാം, ആരും അങ്ങോട്ട് പുറത്തേക്ക് ഒന്നും ഇറങ്ങില്ല അല്ലെ. ടൗണിൽ എപ്പോഴും വണ്ടികളും കടകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എന്താണ് അങ്ങനെ പുറത്തേക്കൊന്നും ആ സമയത്ത് ആരും ഇറങ്ങില്ല. और वहां कोई रोशनी भी नहीं थी. रोशनी പറഞ്ഞ വെളിച്ചം. मैं पिताजी को अकेला नहीं छोड़ सकता. പിതാജീനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? അക്കേല പറഞ്ഞ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അപ്പൊ ഇത്ര ദൂരം എന്താണ് മണിലാൽ ഗാന്ധി പറയുന്നത്? നിന്നെ വളർത്തിയതിൽ എന്തോ ഞാൻ തെറ്റുപറ്റി. നിനക്ക് സത്യം പറയണ ആത്മവിശ്വാസം തന്നിട്ടില്ല. നീ എന്നോട് നുണ പറഞ്ഞു. അപ്പോ അരുൺ ഗാന്ധിന് മനസ്സിലായി ഞാൻ ചെയ്തത് ശരിയല്ല. അങ്ങനെ ഇവര് വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? 18 മീൽ ദൂരമുള്ള ഇത് എങ്ങനെയാണ് മണിലാൽ ഗാന്ധി നടന്നു പോവാൻ തീരുമാനിച്ചു? ഇതാ. അപ്പൊ സൂട്ട് ബൂട്ടൊക്കെ ഇട്ടിട്ട് പിതാജി पैदल चलने लगे. पैदल चलने लगे तो अरुण गांधी को बहुत दुख हुआ, क्योंकि वहां रोशनी नहीं था, अंधेरा था और कच्चा रास्ता. എന്തുകൊണ്ടാണ് അവിടെ ഒറ്റയ്ക്ക് വിടാൻ പേടി? अंधेरा था, फिर कच्चा रास्ता था, सड़क सुनसान था और कोई रोशनी भी नहीं थी. അതുകൊണ്ട് എന്താണ്? और मैं पिताजी को अकेला नहीं. ഇങ്ങനെ സുൻസാൻ, നിശബ്ദമായ, ആരും വിജനമായ സ്ഥലം. സുൻസാൻ പറഞ്ഞ വിജനമായ സ്ഥലമാണ്. പിന്നെ വെളിച്ചമില്ല, അന്ധേര, പിന്നെ കച്ചാ രാസ്ത, നല്ല വഴികളൊന്നും അല്ല. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു? പിതാവിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്ന് മനസ്സിലായി. എന്ത് ചെയ്തു എന്നിട്ട് അരുൺ ഗാന്ധി? 18 മീലാണ് ദൂരമുള്ള അല്ലെ വീട്ടിലേക്ക്. അത് നടന്നു പോണം. അപ്പോ എന്താണ് ചെയ്യണം നമുക്ക് നോക്കാം. इसलिए 5.5 घंटे तक मैं उनके पीछे 5.5 घंटे, 5.5 മണിക്കൂർ, 5.5 മണിക്കൂർ അവരെ പിന്നാലെ ധീമി ഗതി പറഞ്ഞ പതുക്കെ കാറ് ഡ്രൈവ് ചെയ്ത് പോയി. എന്താണ്? ഇരുട്ടുള്ള സ്ഥലമാണ്, വിജനമായ സ്ഥലമാണ്, വെളിച്ചമില്ല. കച്ചാ രാസ്ത ഹെ, कोई है भी नहीं वहां पे, है कोई रास्ते में कोई घर भी नहीं है, सब सुनसान है. सुनसान मीन्स विजनमाय स्थलम. तो क्या किया अरुण गांधी ने? अपनी धीमी गति से गाड़ी धीरे धीरे चलाया. പതുക്കെ
എത്ര മണിക്കൂർ ആയി അവരെ ഉദ്ദേശ സ്ഥലത്ത് ആശ്രമിക്ക് എത്താൻ? 5.5 മണിക്കൂർ. गति में कार चलाता रहा और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. അപ്പൊ ഇവൻ നുണ പറഞ്ഞ് ഇന്റെ മണിലാൽ ഗാന്ധി എന്തേ പറഞ്ഞു? ഇന്റെ വളർത്ത ദോഷം ഉണ്ട്, നീ നുണ പറഞ്ഞു, അതിന്റെ പ്രായശ്ചിതമായിട്ട് ഞാൻ എന്ത് ചെയ്യണു? ഞാൻ വീട്ടിലേക്ക് നടന്നു പോണു. അന്ന് അരുൺ ഗാന്ധിന്റെ മനസ്സ് ഭയങ്കര വേദനിച്ചു. ഞാൻ നുണ പറഞ്ഞതിന്റെ പ്രായശ്ചിതം എന്റെ പിതാവ് എന്ത് ചെയ്തു? പിന്നെ അടിക്കോ ചീത്ത പറയോ ഒന്നും അല്ല ചെയ്തത്. എന്താ ഇത്? 18 മീല് ദൂരം നടന്നു വീട്ടിലേക്ക്. 5.5 മണിക്കൂറാണ് നടന്നത്. ഉസ് ദിൻ മേനെ ജീവൻ കാ ഏക് അഹം നിർണയ ലിയ. ഞാൻ അന്ന് ജീവിതത്തില് ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുത്തു. എന്താ ഡിസിഷൻ എടുത്ത്? मैं कभी भी झूठ नहीं बोलूंगा. എന്താ പറഞ്ഞത് അരുൺ ഗാന്ധി? ഞാൻ ഒരിക്കലും നുണ പറയില്ല. നമ്മളൊരു നുണ പറഞ്ഞ അതിൽ 100 നുണ പറയേണ്ടി വരും. അപ്പോ എപ്പോഴും നമ്മൾ സത്യം പറഞ്ഞ് പഠിക്കും. ഇപ്പൊ നിങ്ങളൊക്കെ നുണ പറയലുണ്ടോ വീട്ടില്? ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ചിലപ്പോ നുണ പറയാറുണ്ട് അല്ലേ? നുണ പറഞ്ഞ് ശീലിച്ചാ പിന്നെ നിങ്ങൾ സ്ഥിരം നുണ പറയും. അന്നൊരു നുണ പറഞ്ഞു, അതുകൊണ്ട് ഒന്നും സംഭവിച്ചു, ഇനിയും പറയാലോ. അപ്പൊ ആ ശീലം പാടില്ല. നമ്മളെപ്പോഴും സത്യം പറഞ്ഞ് പഠിക്കുക. അപ്പൊ നമ്മളെ ഗാന്ധിജി നമ്മുടെ ഭാരതത്തിന്റെ ഫാദർ ഓഫ് നേഷൻ, നമ്മുടെ രാഷ്ട്രപിതാവ് എന്താ പറഞ്ഞത്? സത്യത്തിനെ മുറുക്കി പിടിക്കുക. എന്ത് വന്നാൽ തല പോയാലും വേണ്ടില്ല, നമ്മൾ സത്യത്തിനെ കൈവിടരുത്. സത്യത്തിനെ എപ്പോഴും മുറുക്കി പിടിക്കണം. നമ്മൾ ആ മാർഗത്തിലേ നടക്കാവൂ. സത്യമാണ് ഏറ്റവും വലിയ വിജയം. നമ്മൾ സത്യത്തിൽ നേടുന്നതാണ് ഏറ്റവും വലിയ. നുണയും ഇതൊക്കെ കള്ളത്തരവും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കില്ല. അപ്പൊ ഇന്ന് അരുൺ ഗാന്ധിക്ക് മനസ്സിലായി, എന്റെ പ്രായശ്ചിതം, എന്റെ പിതാവിന്റെ പ്രായശ്ചിതം ഞാൻ കാരണമാണ്. എന്താണ് മണിലാൽ ഗാന്ധി പറഞ്ഞത്? എന്നെ വളർത്തിയല് ഒരു തെറ്റു പറ്റിപ്പോയി, അതിന്റെ പ്രായശ്ചിതം ചെയ്യാണ് ഞാന്. और मेरे झूठ पर पिताजी को प्रायश्चित करते हुआ देखी. ഇപ്പൊ എന്റെ പിതാവ് എന്താണ് പ്രായശ്ചിതം ചെയ്തിട്ട് ഞാൻ കണ്ടു നിൽക്കേണ്ടി വന്നു. അപ്പോ എന്താ പറയണേ? പ്രായശ്ചിതം ചെയ്യണത് അത് എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ പിന്നാലെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. എന്താണ്? വിജനമായ സുൻസാൻ ജഗ ഹെ, റോഷ്നി ഭി നഹി ഹെ, രാത് ഹെ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അവന് ഒറ്റയ്ക്ക് പേടിയായി. അപ്പൊ അവന് നടന്നു പോകാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ വണ്ടിയുടെ വെളിച്ചം ഉണ്ടാവും, അപ്പൊ പിതാവിന് നടക്കാൻ സൗകര്യമാവും അല്ലെ വണ്ടിയിൽ. അപ്പൊ പതുക്കെ 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 എന്താണ് പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഉസ് ദിൻ മേനെ ജീവൻ കെ അഹം സത്യം, ഒരു വലിയൊരു സത്യം ഞാൻ വലിയൊരു നിർണയം, ഒരു ബിഗ് ഡിസിഷൻ ഞാൻ എടുത്തു. ഇനി ഒരിക്കലും ജീവിതത്തിൽ നുണ പറയില്ല. ഉസ് ദിൻ സെ മേനെ ജീവൻ കൈ അഹം, ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ, ഒരു തീരുമാനം ഞാൻ എടുത്തു. എന്ത്? മേ കഭി झूठ नहीं बोलूंगा. मैंने जीवन का एक अहम निर्णय किया कि मैं कभी झूठ नहीं बोलूंगा. ഈ തീരുമാനമാണ് അരുൺ ഗാന്ധിയുടെ ജീവിതത്തിൽ അവന് ഭയങ്കര വിഷമം വന്നു. മേ അക്സർ പറഞ്ഞ അധികവും എപ്പോഴും. मैं अक्सर इस घटना के बारे में सोचता हूँ. എപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അത് ആലോചിക്കാറുണ്ട് അല്ലെ. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതാണ്. എത്രയും നമ്മള് ദൂര സ്ഥലത്ത് വന്ന് മീറ്റിങ്ങും കഴിഞ്ഞ് ആള് ക്ഷീണിച്ച് ഇതായിട്ടുണ്ട്. 5.5 മണിക്കൂർ നടന്നു പറഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഈ ഇൻസിഡന്റ്, ഈ ഘടന എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ചില സമയങ്ങൾ, അക്സർ പറഞ്ഞാൽ ചില സമയങ്ങൾ ഞാൻ ഇത് എപ്പോഴും ഇരുന്ന് ഓർക്കാറുണ്ട്. അഗർ പിതാജിനെ മുझे अन्य पालकों की तरह सजा दी होती. എന്താണ്? മറ്റുള്ളവർ ചെയ്യണ പോലെ പിന്നെ എനിക്ക് സജ പറഞ്ഞ എന്താണ്? പണിഷ്മെന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര
വേദന ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ പിതാജി എന്താ ചെയ്തത്? ഒന്നും പറയാതെ വേഗം നടക്കാൻ തീരുമാനിച്ചു. ബാക്കിയുള്ളവരെ രക്ഷിതാക്കള്, ഗാർഡിയൻസ് ഒക്കെ പറയില്ല, അതാണ് പാലം, അവരെ ചെയ്യണ പോലെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സജ പറഞ്ഞ പണിഷ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ്, എനിക്ക് ഇത്ര ദുഃഖം ഉണ്ടായിരുന്നില്ല. ക്യാ मैंने कोई सबक सीखा होता, എന്താ പറയണ, अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो क्या मैंने कोई सबक सीखा होता. ഇപ്പൊ അരുൺ ഗാന്ധി പറയാണ്, മറ്റുള്ളവർ ചെയ്യണ പോലെ ഇപ്പൊ ജൂട്ട് പറഞ്ഞു അല്ലെ വേറെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾക്ക് അടിയോ നമുക്ക് എന്തെങ്കിലും ശിക്ഷ തരും, നീ അത് ചെയ്യ അല്ലെങ്കിൽ വടി കുറെ എന്തെങ്കിലും അടിക്കോ ചീത്ത അറിയും. പക്ഷെ അവര് ചെയ്യണ പോലെയല്ല, മറ്റേ രക്ഷിതാക്കൾ ചെയ്യണ പോലെയല്ല ഇത്, രക്ഷിതാക്കൾ ചെയ്യണ പോലെയല്ല മണിലാൽ ഗാന്ധി ചെയ്തത്. ഇത്ര സജാ ദീത് ശിക്ഷിച്ച് ക്യാ മേനെ കോയി സബക് സീഖ, അങ്ങനെയാണെന്ന് ഞാനൊരു ഗുണപാഠം പഠിച്ചിട്ടുണ്ടാവും. സബക് പറഞ്ഞ ഒരു ലെസൺ പഠിച്ചിട്ടുണ്ടാവോ, ഒരു എന്താണ് ഇത്, ഇങ്ങനെ ഒരു പ്രായശ്ചിത്തം ചെയ്തോണ്ട് എനിക്ക് ആ ഓർമ്മ എന്ന്, ഒരു അടിയൊക്കെ തന്നിട്ട് ചീത്ത പറഞ്ഞിട്ടില്ല, അത് ചിലപ്പോ നമ്മള് നാളെ ആകുമ്പോഴേക്കും മറക്കും അല്ലെ. അത് ഈ ചെവിക്കൂടെ കേട്ട് ആ ചെവിക്കൂടെ വിടും അല്ലെ. അതൊക്കെ ഇപ്പൊ നടക്കണ, ഇപ്പൊ നിങ്ങളായാലും ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും കുട്ടികളുടെ അടുത്തുനിന്നും അല്ല ഫ്രണ്ട്സും വീട്ടിൽ നിന്നൊക്കെ നല്ല ചീത്ത ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഈ ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ വിടും ചെയ്യും, നാളെ ആകുമ്പോ അത് മറക്കും ചെയ്യും. അപ്പൊ ഇതുപോലെ അങ്ങനെയൊക്കെ മറ്റുള്ളവര് മറ്റേ രക്ഷിതാക്കളൊക്കെ ചെയ്യണ പോലെ എന്നെ അടിക്കോ ചീത്ത പറയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാന് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഗുണപാഠം പഠിച്ചില്ലായിരുന്നു, പഠിക്കില്ല എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. അപ്പൊ അടിക്കോ ചീത്ത പറയുന്നത് ചിലപ്പോ ഞാൻ നാളേക്ക് അത് മറന്നിട്ടുണ്ടാവും. പക്ഷെ ഈ കാര്യം എത്ര 5.5 മണിക്കൂർ നടന്ന് 18 മീൽ 18 കിലോമീറ്റർ നടന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ആര്, ഞങ്ങള് പറയണത് പിതാജി മാത്രം, അവൻ പിന്നാലെ വണ്ടിയായിട്ട് വന്നു അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അതാണ് ഓർമ്മ കുറിപ്പ്, സംസ്മരൺ അല്ലെ, മനസ്സിലായോ? ഷായത് നഹി, ഒരിക്കലും അല്ല. അങ്ങനെയൊക്കെ ആണെച്ചാല് മറ്റേ രക്ഷിതാക്കൾ ചെയ്യണ പോലെ എനിക്ക് വല്ല ശിക്ഷ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഇങ്ങനത്തെ ഒരു ഗുണപാഠം ഒരിക്കലും പഠിച്ചിരുന്നില്ല. ഷായത് നഹി, ഒരിക്കലും പഠിക്കില്ല എന്ന് പറയുന്നത്. सजा रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. സജ അപ്പൊ പണിഷ്മെന്റ് എന്തെങ്കിലും കിട്ടി വിചാരിച്ച് അന്ന് അപ്പോഴും ഞാൻ ചിലപ്പോ നോണ പറയല, ഇന്നലെ പറഞ്ഞു എനിക്ക് അടിയില് കിട്ടിയില്ല സാരല്ല ഇനി നാളെയും പറയാന്ന്. അപ്പൊ ആ ശീലം, ആ ആദത്ത്, ഹാബിറ്റ് ചിലപ്പോ എനിക്ക് മാറ്റാൻ പറ്റിന്ന് വരില്ല ആണ്. എന്താ പറഞ്ഞ്, അപ്പൊ മാറ്റാൻ പറ്റിന്ന് വരില്ലാന്ന്. അപ്പോ परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. പക്ഷെ ഈ അഹിംസക് ഘടനയുടെ കാരണം എന്താണ്, എന്റെ ജീവിതത്തില് ഭയങ്കര ഡീപ്പായിട്ട് ഒരു എഫക്റ്റ് വന്നു. ഡീപ്പ് എഫക്റ്റ് എന്റെ ജീവിതത്തില് അഹിംസയുടെ ഈ ഘടന, ഈ ഇൻസിഡന്റ് എന്റെ ജീവിതത്തില് ഭയങ്കര എന്താണ്, ഡീപ്പായിട്ട് എഫക്റ്റ്, അസർ പറഞ്ഞ എഫക്റ്റ് വന്നു. मुझे लगता है कि जैसे ये घटना कल ही घटी हो. അപ്പൊ എന്റെ ജീവിതത്തിൽ ഇത്രയും 12 വയസ്സ് സമയത്താണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് കുറെ കാലവർഷം ശേഷവും എന്താണ്, ഈ സംഭവം ഇന്നലെ സംഭവിച്ച പോലെയാണ്. കൽ ഹി ഘട്ടിയോ, കൽ പറഞ്ഞ ഇന്നലെ സംഭവിച്ച പോലെയാണ്. അഹിംസ ഹി ശക്തി ഹെ, അഹിംസക്ക് അഹിംസയുടെ ശക്തിയാണത്. നമ്മൾ സത്യത്തിന്റെ മാർഗത്തിലേ പോവാവുന്ന ഒരിക്കലും പറയത്, സത്യത്തിന്റെ മാർഗത്തിലേ നമ്മൾ സഞ്ചരിക്കാവൂ. എന്ത് വന്നാലും നമ്മൾ സത്യം കൈവിടരുത്. ഇപ്പൊ അരുൺ ഗാന്ധി പറയാണ്, സത്യമേ നമ്മള് പറയാവൂ, പ്രവർത്തിക്കൂ. അപ്പോ നുണ പറഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തില് നല്ലത് അല്ല. ഇവിടെ മണിലാൽ ഗാന്ധി പറയാണ്, മണിലാൽ ഗാന്ധിന് ശരിക്കും വിഷമായി ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞുകൊണ്ട്, ഇന്റെ വളർത്ത ദോഷമാണ്, ഞാൻ വളർത്തിയിൽ എന്തോ ഒരു കുറ്റം, ഒരു തെറ്റു പറ്റിപ്പോയി, അതിന്റെ പ്രായശ്ചിതമായിട്ടാണ് മണിലാൽ ഗാന്ധി അത്ര ദൂരം നടന്ന് വീട്ടിലെത്തി. അതുകൊണ്ട് ആ ഓർമ്മ, പടിയോ ചീത്ത പറയലോ എന്തിലൊക്കെ വഴക്ക് പറയലൊക്കെ കഴിഞ്ഞാൽ അത് ചിലപ്പോ അരുൺ ഗാന്ധിക്ക് ജീവിതത്തിൽ ഓർമ്മിക്കാം. അതിപ്പോ എന്നും ചിലപ്പോ വീട്ടിൽ നിന്ന് കിട്ടണ തന്നെയാവും. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് ഒരിക്കലും അത് 1 മണിക്കൂർ 2 മണിക്കൂർ എന്നല്ല നടന്നെത്തിയത്, എത്ര
5.5 മണിക്കൂർ, 5.5 घंटे, 5.5, 5.5 മണിക്കൂറാണ് കഴിഞ്ഞിട്ടാണ് വീട്ടില് എത്തിയത്. അപ്പൊ ഈ മനസ്സ് വിഷമിച്ചോണ്ട് ആ ഓർമ്മ എന്നും ഞാൻ കാരണാണ് എന്താണ് ഞാൻ കാരണമാണ് പിതാവിന് നടക്കേണ്ടി വന്ന എന്റെ കുറ്റം, ഞാൻ ചെയ്ത തെറ്റിന്, ഞാൻ പറഞ്ഞ നുണയ്ക്ക് എന്താണ് പിതാവാണ് പ്രായശ്ചിത്തം ചെയ്തത്. അപ്പോ ഇതിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളുടെ ആർക്ക് വേണ്ടിയിട്ടാണ് പിതാവ് പ്രായശ്ചിത്തം ചെയ്തത്? അരുൺ ഗാന്ധി അല്ലെ? അരുൺ ഗാന്ധി ആരുടെ മകനായിരുന്നു? മണിലാൽ ഗാന്ധി. മണിലാൽ ഗാന്ധി ആരുടെ മകനായിരുന്നു? മഹാത്മാഗാന്ധി. ആരാ മഹാത്മാഗാന്ധി? നമ്മുടെ രാഷ്ട്രപിതാവ് അല്ലെ? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അരുൺ ഗാന്ധിയുടെ പിതാവാണ് മണിലാൽ ഗാന്ധി, മണിലാൽ ഗാന്ധിയുടെ പിതാവാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അരുൺ ഗാന്ധിക്ക് കിസ്കെ പോത്തെ പറഞ്ഞ ആരെ ഗ്രാൻഡ് സൺ ആയിരുന്നു? മഹാത്മാ ഗാന്ധി. പിന്നെ ഇവര് ഫാമിലിയില് ഒരു ബ്രദറും 2 സിസ്റ്റേഴ്സ്. കിतने बहने थे? 2 बहने. എത്ര പെങ്ങന്മാരുണ്ടായിരുന്നു? 2 പെങ്ങന്മാര് അല്ലെ? പിന്നെ അരുൺ ഗാന്ധി കിസ്കെ പോത്തെ പറഞ്ഞ ഗ്രാൻഡ് സൺ. അപ്പൊ ആരായിരുന്നു ഗ്രാൻഡ് സണ്? ആരുടെ ഗ്രാൻഡ് സൺ ആയിരുന്നു? महात्मा गांधी. बरस का क्या अर्थ है? बरस പറഞ്ഞ 3 बरस का है, 3 വയസ്സാണ്. വർഷ അല്ലെ? കൊല്ലത്തിനാണ്, വർഷത്തിനാണ് പറയുക. പിതാജി ने पुत्र को कितने बजे आने को कहा? എത്ര മണിക്കാ വരാൻ പറഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞിട്ട്? 5 ബജെ അല്ലെ? എത്ര സമയത്താ വരാൻ പറഞ്ഞത്? 5 ബജെ അല്ലെ? ഇവിടെതാ 5 बजे आने को कहा. എവിടെ? 5 बजे അല്ലെ? 5 बजे. പുത്ര കാം കെ ബാദ് കഹാ ഘുസ് ഗയാ? അവൻ എവിടെയാണ് കേറി പോയത്? സിനിമാഘർ അല്ലെ? സിനിമാഘർ പറയണ എന്താണ്? തിയേറ്റർ. അവൻ എന്താണ് കുറെ ലിസ്റ്റ് ഒക്കെ തന്നിരുന്നു. അമ്മ കുറെ പണികൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നു, അതൊക്കെ ചെയ്തിട്ട് വേഗം അവന് എവിടെ घुस गया? सिनेमाघर. कौन सा फिल्म देखा? जॉन बैन का फिल्म देखा. उसके बाद कहाँ? उसके बाद कितने बजे सिनेमा खत्म हुआ? എത്ര മണിക്കാണ് സിനിമ കഴിഞ്ഞത്? 5:30. 5:30 മണിയായില്ലേ? 5:30 മണിക്കാണ് സിനിമ കഴിഞ്ഞത്. അപ്പോ